നല്ലൊരു അടിപൊളി കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയാലോ. നല്ല കുറച്ച് ഫ്രഷ് നല്ല കൂന്തൽ കിട്ടി. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടി ഇവിടെ ഒരു 4 സവാള, കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത്. ഇതാട്ടോ കൂന്തൽ. നന്നായി ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേ ഒരു പാനി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ആ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഫ്രൈ ആയതിന് ശേഷം സവാളയുടെ കൂടെ തന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നല്ലൊരു മണമൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ വേഗം ബ്രൗൺ കളർ ആകും എന്നൊക്കെ പറയുന്നു, അറിയില്ല. അപ്പോൾ ഞാനും എന്തായാലും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ആ സവാള നന്നായി ഇവിടെ ഇപ്പോൾ ഏകദേശം കളറൊക്കെ ചേഞ്ചായി നല്ല മണമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം കുറച്ച് തക്കാളിയാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. തക്കാളിയുടെ കൂടെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തത്. അതിനായി ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഉപ്പേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നന്നായി ഒന്ന് മസാലയൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരുടെയും അതിന് മസാലയൊക്കെ നല്ല രീതിക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പച്ച മണം പോകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ പോയി നല്ല രീതിക്ക് ഇവിടെ മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞിങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂന്തളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്ലീനാക്കി വെച്ച കൂന്തളാണ്. ആദ്യമായിട്ടാണ് ഞാൻ കൂന്തൽ ക്ലീൻ ചെയ്യുന്നത്. ഇതുവരെ ഞാൻ കൂന്തൽ ക്ലീൻ ചെയ്തിട്ടില്ല. എപ്പോഴും ക്ലീൻ ചെയ്ത് വാങ്ങിക്കാറാണ്. കുറച്ച് ടാസ്ക് ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല രീതിക്ക് തന്നെ കൂന്തലൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നല്ല മസാലയൊക്കെ ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചിക്കനും പ്രോൺസും എല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും മസാലയുള്ളത്. ഇതാണ് ഇപ്പോൾ ഞാനിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല. അതിൽ നിന്ന് തന്നെ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. കുറച്ച് നാരങ്ങ നീര് കൂടെ ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. കുരുമുളക് ഇട്ടിട്ടില്ല, അതിന് പകരം ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടത്. ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ വേണമെങ്കിലും പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാത്തിനും കഴിക്കാം. ഞങ്ങൾ പത്തിരിക്ക കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.